إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ വിശ്വാസിനികളെ, പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ രംഗങ്ങളിലും കാത്തു സൂക്ഷിക്കുകയും അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശങ്ങൾ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ മത ഭൗതിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മറ്റു പല ഉപരിപഠന കോഴ്സുകളും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രവേശന പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭവുമാണ് ഇത്. മുസ്ലിം സമൂഹമടക്കമുള്ള നമ്മുടെ നാട്ടിൽ ഏറെക്കുറെ മുഴുവൻ ആളുകളും വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഇന്നിൻ്റെ ഒരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പുതുതലമുറ, നമ്മുടെ മക്കൾ വിവിധ കലാലയങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകളും നേടിക്കൊണ്ടിരിക്കുന്ന വൈദഗ്ധ്യങ്ങളും അവർക്ക് പകർന്നു നൽകപ്പെടുന്ന മൂല്യങ്ങളുമെല്ലാം ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയ എന്നതിലുപരി ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിയെ, ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായി ഒരു തലമുറയുടെ ഭാവിയെ കൂടി നിർണയിക്കുന്നതാണ് എന്ന് തിരിച്ചറിവുള്ളവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ള മുതിർന്ന ആളുകൾ മിക്കവരും. ഏതെങ്കിലും ചില ആളുകൾ കച്ചവടങ്ങളിലൂടെയോ മറ്റോ ഭൗതികമായ നേട്ടങ്ങൾ കൊയ്തവരാണെങ്കിൽ പോലും പറയാറുള്ളത്, ആയ കാലത്ത് നന്നായി പഠിക്കാത്തത് കൊണ്ട്, ഒരു ഡിഗ്രി പോലും ഇല്ലാത്തത് കൊണ്ട്, ഒരു കോളേജിലെ പഠനത്തെ സംബന്ധിച്ചുള്ള അറിവുകളില്ലാത്തത് കൊണ്ട് ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ ഞാൻ അതിൻ്റെ വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ്. പഠനം നടത്തിയവർ അതിൻ്റെ നേട്ടങ്ങൾ ചെറുതെങ്കിലുമായ രൂപത്തിൽ അനുഭവിക്കാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. നാം മുസ്ലിമീങ്ങളാണ്. ഈ കൂട്ടത്തിലുള്ള ആളുകളോട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക്, നാവുകളിലേക്ക് കടന്നു വരുന്ന വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. സൂറത്തുൽ ബഖറയിലെ ആ പ്രാർത്ഥന
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പ്രാർത്ഥിച്ചിരുന്നുവെന്ന് ഹദീസുകളിൽ പ്രസ്താവിക്കപ്പെട്ട ഒരു പ്രാർത്ഥന, റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ഞങ്ങളുടെ രക്ഷിതാവേ, ഇഹത്തിലും പരത്തിലും ഞങ്ങൾക്ക് നീ നന്മ ചൊരിയണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കിയണമേ എന്ന പ്രാർത്ഥന. സാധാരണ നമ്മൾ വ്യക്തിപരമായിട്ടാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതെങ്കിലും ഈ പ്രാർത്ഥനയിലെ പ്രയോഗങ്ങൾ റബ്ബന എന്നാണ്. എൻ്റെ രക്ഷിതാവേ എന്നല്ല, ഞങ്ങളുടെ രക്ഷിതാവേ എന്നാണ്. ആത്തിന, എനിക്ക് നൽകണമേ എന്നല്ല, ഞങ്ങൾക്ക് നൽകണമേ എന്നാണ്. വഖിന, എന്നെ രക്ഷപ്പെടുത്തണമേ എന്നല്ല, ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്നാണ്. ഈ പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ടത് അവരുടെ കുടുംബക്കാരും അവരുടെ കൂട്ടുകാരും അടങ്ങുന്ന എൻ്റേതെന്ന് പറയാവുന്ന, ഞങ്ങളുടേതെന്ന് പറയാവുന്ന ആ വൃത്തത്തിലുള്ള ആളുകളാണ്. ആ നിലക്ക് നിറഞ്ഞ മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിലെ വാചകം, അല്ലാഹുവേ, ദുനിയാവിലും പരലോകത്തും ഞങ്ങൾക്ക് നന്മ ചൊരിയണമേ എന്നാണ്. വിദ്യാഭ്യാസ മേഖലകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഒരു കരിയറിനെ സംബന്ധിച്ച്, ഒരു പ്രൊഫഷനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു സൈഡ് ബിസിനസ്സായി നമ്മൾ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് സംരംഭങ്ങളിലേക്ക് പോകുമ്പോഴും ഈ പ്രാർത്ഥനയുടെ ശകലങ്ങൾ നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കണം. ഇസ്ലാമികമായി അതിൻ്റെ ശരിതെറ്റുകളെ നമ്മൾ അന്വേഷിക്കണം. ഭൗതികമായി അതിൻ്റെ വരും വരായികളെ സംബന്ധിച്ച് കൃത്യമായി ആലോചിക്കണം. ആ നിലക്ക് ദുനിയവിയായും ഉഖ്റവിയായും നേട്ടങ്ങൾ കൊയ്തെടുക്കുന്ന സമർത്ഥരായ ഒരു സമൂഹമായി ഈ ഉമ്മത്ത് മുന്നോട്ട് പോകണമെന്നത് വിശുദ്ധ ഖുർആനിന്റെ ഭാഷ്യമാണ് എന്ന് നാം തിരിച്ചറിയുക. അതോടൊപ്പം ഈ വിഷയത്തിൽ നാം ഓർക്കേണ്ട മറ്റൊരു കാര്യം, മനുഷ്യരുടെ സൃഷ്ടിപരമായ പ്രത്യേകത. ഓരോ കാലഘട്ടത്തിനും അനുസരിച്ചുള്ള അറിവ് നേടിയെടുക്കുവാൻ, സ്വയത്താക്കാൻ കഴിയുന്ന ഒരു ഗ്രാസ്പിംഗ് പവറോട് കൂടിയാണ് മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത്. അവന്റെ കാതും അവന്റെ കേൾവിയും അവന്റെ കണ്ണും അവന്റെ ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിവിനെ നേടിയെടുക്കാവുന്ന പാകതയിലാണ് അല്ലാഹു അവനെ പടച്ചത്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ ഉദരങ്ങളിലൂടെ പുറത്തു വന്നത് യാതൊന്നും അറിയാത്തവരായിട്ടാണ്. വജഅല ലകുമുസ് സമഅ, പിന്നീട് അല്ലാഹു നിങ്ങൾക്ക് കേൾവി നൽകി, നിങ്ങൾക്ക് കാഴ്ച നൽകി, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ അനുഗ്രഹങ്ങൾ നൽകി. ആ അനുഗ്രഹങ്ങളിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആധുനിക ശാസ്ത്രം എന്ന് പറയുന്ന പല വസ്തുതകളും വിശുദ്ധ ഖുർആനിന്റെ ഇത്തരം ആയത്തുകളോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഒരു ചെറിയ കുട്ടി, ആ ചെറിയ കുട്ടി ജനിച്ച ആദ്യ നാളുകളിൽ അവന്റെ കണ്ണിന് കാഴ്ച ശക്തിയുണ്ടെങ്കിലും നമ്മെ കാണുന്ന രൂപത്തിലുള്ളൊരു ഫോക്കസ് ആ കുട്ടിക്ക് പ്രാപിച്ചിട്ടില്ല എന്നത് ഇന്ന് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നു. അല്ലാഹു പറഞ്ഞത് അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ പിന്നീട് വജഅല ലകുമുസ് സമഅ വൽ ബസറ, പിന്നീട് അവൻ നിങ്ങൾക്ക് കേൾവി ശക്തി നൽകി, പിന്നീട് നിങ്ങൾക്ക് കാഴ്ചശേഷി നൽകി എന്നിങ്ങനെ ക്രമാനുഗതമായി അല്ലാഹു മനുഷ്യരെ പടിപടിയായി വളർത്തുന്ന അവന്റെ വളർച്ചാ കാലഘട്ടത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ അല്ലാഹു പറയുന്നത് ആ കഴിവുകൾ ഉപയോഗപ്പെടുത്തി അവന്റെ കാലഘട്ടത്തിനനുസരിച്ചുള്ള അറിവുകൾ നേടിയെടുക്കുവാനുള്ള സാഹചര്യം അല്ലാഹു അവന് നൽകിയിട്ടുണ്ട് എന്നാണ്. ഈ അനുഗ്രഹങ്ങൾ മനുഷ്യൻ ഉപയോഗപ്പെടുത്തണം, ആ അനുഗ്രഹങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. സൂറത്ത് സുമറിലൂടെ അല്ലാഹു ചോദിക്കുന്നു, ഖുൽ, നബിയെ ചോദിക്കുക, ഹൽ യസ്തബില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകുമോ? ഇല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അറിവ് നേടണം, അറിവില്ലാത്ത ഒരു സാഹചര്യം പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. വാനലോകത്ത് നിന്ന് പ്രവാചകന് കടന്നു വന്ന വഹയിന്റെ ആരംഭം ഇഖ്റ, നീ വായിക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ടായിരുന്നു. വായനയിലൂടെ പ്രബോധന വസന്തം ആരംഭിച്ചത്. വായനയിലൂടെ ഒരു
സമുദായത്തിലുണ്ടായ പരിവർത്തനത്തിന്റെ ചരിത്രം തുടങ്ങിയത് വിശുദ്ധ ഇസ്ലാമിക ചരിത്രം നമ്മുടെ മുമ്പിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഒരു വായനയുടെ അറിവിന്റെ അതിന്റെ വസന്തങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്നാൽ ആ അറിവെന്ന് പറയുന്നത് അക്ഷരങ്ങൾ അറിയലല്ല, അക്ഷരവായനകളല്ല, കേവലമായ മനപ്പാഠങ്ങളല്ല, കേവലമായ പരീക്ഷകളിലെ അക്കാഡമിക് എക്സലൻസുകളല്ല, നാം നേടിയെടുക്കുന്ന ഭൗതികമായ നമ്മുടെ അഭിമാനകരമായ ഏതെങ്കിലും നേട്ടങ്ങളിൽ ഒതുങ്ങുന്നതല്ല. ശരിതെറ്റുകളെ വേർതിരിച്ചറിയാൻ കഴിയുന്ന തിരിച്ചറിവിന്റെ മേഖലകളിലേക്ക് മനുഷ്യർ എത്തിച്ചേരണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവിടെയാണ് ധാർമ്മികമായ മതവിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയുള്ളത്. ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യം നല്ലതാണോ ചീത്തതാണോ ശരിയാണോ തെറ്റാണോ ഇത് വേർതിരിച്ച് മനസ്സിലാക്കാൻ മനുഷ്യനെ സഹായിക്കുന്ന ഒരേ ഒരു അറിവ് മതത്തിൽ അധിഷ്ഠിതമായ ധാർമ്മികമായ അറിവാണ്. ആ അറിവ് ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് നേടാൻ സാധിക്കുകയില്ല. സാധാരണ പറയാറുള്ള ഉദാഹരണമുണ്ട്. ഒരു ആപ്പിളിൽ ഉൾക്കൊള്ളുന്ന പോഷകങ്ങളെ കുറിച്ച് ഇവിടുത്തെ ഭൗതിക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കും. എന്നാൽ അന്യന്റെ ആപ്പിൾ കട്ടെടുക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു അറിവ് അത് മതത്തിൽ ഊന്നിയിട്ടുള്ള ധാർമ്മികമായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരാൾക്ക് ലഭിക്കുകയുള്ളൂ. പണം കൊണ്ട് ഈ അറിവ് ലഭിക്കില്ല. ലോകം ചുറ്റി സഞ്ചരിച്ചത് കൊണ്ട് ഇത് ലഭിക്കുകയില്ല. ജീവിതാനുഭവങ്ങൾ കൊണ്ടോ സെലിബ്രിറ്റി ആയതുകൊണ്ടോ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല. നമ്മൾ ജീവിക്കുന്ന ഇന്നിന്റെ നാട് സകല തോന്നിവാസങ്ങളെയും നോർമലൈസ് ചെയ്യുന്ന, അതൊക്കെ സാർവത്രികമല്ലേ എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട പല ആളുകളും അവരുടെ വൈദഗ്ധ്യ മേഖലകളിൽ അഭിപ്രായം പറയുന്നതിനപ്പുറത്തേക്ക് മുഴുവൻ ലോക വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന ഒരു കാലഘട്ടമാണ്. മലയാളിയായ ഒരു ലോകസഞ്ചാരി, അദ്ദേഹത്തിന്റെ ചില സംസാരങ്ങൾ ഇന്ന് ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. അതിന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും അത്തരം മെസ്സേജുകൾ കണ്ട് അതിൽ തന്നെ ആവേശഭരിതരാകാൻ മുസ്ലിം സമുദായത്തിൽ ആളുകൾ പോലും സന്നദ്ധമാകുന്ന ഒരു കാലഘട്ടമാണ്. അവർ പറയുന്ന അവരുടെ ലോക പരിചയം വെച്ച് പറയുന്ന കാര്യങ്ങളിൽ ശരി തെറ്റുകൾ പറയാൻ അവർക്കല്ല അവകാശം, അത് ദീനിനാണ് അവകാശം എന്ന ഒരു ബാലപാഠം നമ്മൾ മറന്നുപോയി കൂടാ. അവിഹിതത്തെ കുറിച്ച് ഇവിടെ ഓരോരുത്തർ എന്തൊക്കെയാ പറയുന്നത്? ഒരു ഭാര്യയും ഭർത്താവും എന്ന വൈവാഹിക ജീവിതത്തിനപ്പുറത്തേക്ക് ഒരു അവിഹിതം, ഒരു വ്യഭിചാരം, മറ്റെന്ത് പേര് പറഞ്ഞാലും അത് ചെയ്താൽ എന്താ കുഴപ്പം? ഞാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനം, എൻ്റെ മനസ്സിന് ഇഷ്ടമുള്ള ഒരു പ്രവർത്തനം ആരെങ്കിലും വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ എന്തിനു ഒഴിവാക്കണമെന്നാണ് സെലിബ്രിറ്റികൾ ചോദിക്കുന്നത്. ഞാനൊരു അവിഹിതം ചെയ്യുമ്പോൾ മൂന്നാമൻ അതുകൊണ്ടൊരു ദ്രോഹമില്ലെങ്കിൽ, സമൂഹത്തിന് അതൊരു പ്രശ്നമില്ലെങ്കിൽ, എനിക്കത് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾക്ക് അസ്വസ്ഥത എന്ന് ചോദിക്കുന്നവരുടെ ചോദ്യങ്ങളെ ടഗ് ലൈഫിന്റെ ഭാഗമായി ഉരുളക്കുപ്പേരിയായ വാചക കസർത്തായി ആവേശഭരിതമായി അതിന് BGM കൊടുത്ത് ആ സ്റ്റാറ്റസുകൾ, അത്തരം മെസ്സേജുകൾ സ്റ്റാറ്റസ് ആക്കുന്ന മുസ്ലിം യൗവനങ്ങൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പുതിയ തലമുറയുടെ മനോഭാവങ്ങൾ മാറി. ഇന്ന് പഠനം നടത്തുന്ന നമ്മുടെ പെൺമക്കളുടെ വിചാരവികാരങ്ങൾ, ഒരു ജോലിയായാൽ എനിക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ഫ്രീഡം ലഭിക്കും, എനിക്ക് എൻ്റെതായ ഒരു സ്വാതന്ത്ര്യം ലഭിക്കും. ആ സ്വാതന്ത്ര്യം ലഭിച്ചാൽ പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിനെ ഡൈവേഴ്സ് ചെയ്യും, പിന്നെ എനിക്ക് കുടുംബത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. സകല കെട്ടുബാന്ധങ്ങളും തകർത്തെറിഞ്ഞ് ഞാൻ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കും. അതിനാണ് ഞാൻ ഈ ജോലി, ഈ ഒരു പഠനവും അതുമായി ബന്ധപ്പെട്ട ജോലിയും സ്വപ്നം കാണുന്നത് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാം കേൾക്കുന്ന, കാണുന്ന, അറിയുന്ന ഒരുപാട് ഇത്തരം വാർത്തകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കൂട്ടത്തിൽ വിവാഹിതരുണ്ട്, രക്ഷിതാക്കളുണ്ട്, കാരണവന്മാരുണ്ട്, വല്യപ്പമാരുണ്ട്, പുതിയ തലമുറയുടെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ തിന്മകൾ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകക്രമത്തിൽ ഈ തിന്മ എൻ്റെ കുടുംബത്തെ ബാധിക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്തു എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ എൻ്റെ കൂടപ്പിറപ്പുകൾ ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പുവരുത്താൻ, അതിനുള്ള ഒരു മാനസിക ശക്തി അവർക്കുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ ഭർത്താവ്
ഭർത്താവ് അവിഹിതങ്ങളിലേക്ക് പോവില്ലെന്ന്, എൻ്റെ ഭാര്യ അനാശാസ്യങ്ങളിലേക്ക് പോകില്ലെന്ന്, എൻ്റെ മക്കൾ അതിർത്തി കടന്നുപോയി മറ്റു സംസ്ഥാനങ്ങളിൽ പഠനം നടത്തുമ്പോൾ പോക്കറ്റ് മണിക്ക് വേണ്ടി കിടക്ക പങ്കിടില്ല എന്ന് ഉറപ്പുവരുത്താൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തണം. എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന സമ്പത്തിന്റെ സ്രോതസ് അത് ഹലാലാണ്, ഒരുത്തനെയും വഞ്ചിച്ചതല്ല. ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ പേര് പറഞ്ഞ് ആരുടെയൊക്കെയോ സ്വപ്നങ്ങളെ പണയപ്പെടുത്തി അവരെ വഞ്ചിച്ചെടുത്തതല്ല എന്ന് ഉറപ്പുവരുത്താൻ കുടുംബനാഥന്മാര് സന്നദ്ധരായിട്ടുണ്ടോ? ഇതൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്താൻ ഞാൻ നിങ്ങളും എന്ത് ചെയ്തു എന്നതാണ് അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, നീ എവിടെയായിരുന്നാലും, നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. മനുഷ്യ സഹജമായി നിന്റെ ജീവിതത്തിൽ ഒരു തിന്മ സംഭവിച്ചാൽ അതിന് പകരമായി നീ ഒരു പുണ്യപ്രവൃത്തി ചെയ്താൽ ആ പാപം നിന്റെ തൗബയോടൊപ്പം നന്മയോടൊപ്പം പൊറുക്കപ്പെടും. ആളുകളോട് സൽസ്വഭാവത്തോടു കൂടി നീ വർത്തിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എല്ലാ കാലത്തേക്കും എല്ലാ പ്രായക്കാർക്കും ആവശ്യമായ നിർദ്ദേശങ്ങളാണ്, ഉപദേശങ്ങളാണ്. ഞാൻ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഞാൻ എന്ന എൻ്റെ ജീവിതത്തിൽ മാത്രമുണ്ടാകണം എന്ന വികാരമല്ല നിങ്ങൾക്കുണ്ടാവേണ്ടത്. നമ്മുടെ കുടുംബ പരിസരങ്ങളിൽ ഇസ്ലാമികമായ ചിന്തകൾ, ഇസ്ലാമികമായ ധാർമ്മികതയിലൂന്നിയ ബോധ്യങ്ങളുണ്ട് എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തണം. മൂന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത്, മുസ്ലിം എന്ന നിലയിൽ നമുക്ക് വിശുദ്ധ ഖുർആനിനോടും സ്വഹീഹായ ഹദീസിനോടും സ്വഹാബത്തിന്റെ നിലപാടുകളോടും ആത്മബന്ധമുണ്ടാവണം. ഈ ഉമ്മത്ത് കിതാബും സുന്നത്തും അനുസരിച്ച് സ്വഹാബത്തിന്റെ ഉജ്ജ്വല നിലപാടുകൾ അനുസരിച്ച് സഞ്ചരിച്ചാൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. ഇല്ല എങ്കിൽ സമുദായത്തിൽ തകർച്ചകൾ ഉണ്ടാവും. ആ തകർച്ചയുടെ ഒരു അടയാളമാണ് പുരോഹിതന്മാരുടെ ചൂഷണങ്ങൾ. പുരോഹിതന്മാർ ഈ സമുദായത്തെ ചൂഷണം ചെയ്യുന്നുവെങ്കിൽ, 10,000ങ്ങളുടെ പിൻബലം അവർക്കുണ്ട് എങ്കിൽ അതിനർത്ഥം അത് അള്ളാഹു ഈ ഉമ്മത്തിന് നൽകുന്ന ഒരു അപമാനമാണ് എന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ സുമറിലും സൂറത്ത് അഗ്റാഫിലും സൂറത്തുൽ ബഖറയിലും പഠിപ്പിക്കുന്ന പാഠങ്ങൾ, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങൾ പിൻപറ്റേണ്ടത് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശങ്ങളാണ്. വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പിൻപറ്റേണ്ടതില്ല. ഖലീലൻ മാ തദക്കറൂൻ. പക്ഷെ അത് പറഞ്ഞാൽ എന്താ അവസ്ഥ? പല ആളുകളും ഇത് ധിക്കരിക്കും, ചില ആളുകൾ മാത്രമാണ് ഇത് അംഗീകരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ പറയുന്നത്, വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ് ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഉനാ. അവരോട് പറയാണ്, ഉമ്മത്തെ, മുസ്ലിം സമുദായമേ, ഖുർആനിലേക്ക് മടങ്ങുക, സുന്നത്തിലേക്ക് മടങ്ങുക. അല്ലാഹ് പറഞ്ഞത് ഇതാണ് എന്ന് പറഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ ഞങ്ങളുടെ പൂർവീകർ, പിതാക്കന്മാരും പ്രപിതാക്കന്മാരും ഉസ്താദുമാരും പറഞ്ഞത്, ഞങ്ങളുടെ പുരോഹിതന്മാർ പറഞ്ഞത്, അത് ഞങ്ങൾ സ്വീകരിക്കൂ എന്നാണ്. അല്ലാഹ് ചോദിക്കുന്നു, അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. അവരെന്താ വിചാരിച്ചത്? ഇവരെ പോലെ ഇവരുടെ പൂർവീകരും ബുദ്ധി കൊടുത്ത് ചിന്തിച്ചിട്ടില്ല, അവർക്ക് ഹിദായത്ത് ലഭിച്ചിട്ടില്ല, ഇവർക്കും ബുദ്ധി വേണ്ടേ, ഇവർക്കും ഹിദായത്ത് വേണ്ടതില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ് അപ്പൊ സാധാരണ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കറിയാം, നാട്ടിൽ ചില പുരോഹിതന്മാർ പല തോന്നിവാസങ്ങളും മതത്തിന്റെ പേരിൽ പറയും. അത്തരം കാര്യങ്ങൾ ആരെങ്കിലും ഒന്ന് നസീഹത്തോടു കൂടി ഉപദേശിച്ച ചില ആളുകൾ പറയും, ഞങ്ങൾ കൊടുക്കുന്ന പണം ഞങ്ങൾക്കില്ലാത്ത ഛേദം എന്താ നിങ്ങൾക്ക്? ഇത് ഞങ്ങളെ പണമാണ്, എന്താ നിങ്ങൾക്ക് പ്രശ്നം? ഞങ്ങൾ ഉസ്താദുമാർ പറയുന്നതേ ഞങ്ങൾ സ്വീകരിക്കൂ. എന്റെ ഉസ്താദ് പോകുന്ന സ്വർഗം മതി എനിക്ക്, ഉസ്താദ് പോകുന്ന നരകമാണെങ്കിൽ ആ നരകം മതി എനിക്ക് എന്നൊക്കെ അഹങ്കാരത്തോട് കൂടി ചില വിവരദോഷികൾ പറയാറുണ്ട്. അവർക്കൊക്കെയുള്ള വിശുദ്ധ ഖുർആനിന്റെ സൂചന, വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് അവതരിക്കപ്പെട്ട ഏറ്റവും നന്മയേതോ അതാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഅത,
അപ്രതീക്ഷിതമായി അള്ളാഹുവിന്റെ ഒരു ശിക്ഷ നിങ്ങളിലേക്ക് വന്നണയുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഞാനിത് സൂചിപ്പിക്കുന്നത് മുസ്ലിം എന്ന നിലയിൽ നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടാവണം. നമ്മുടെ ദീൻ എന്ന് പറയുന്നത് കേട്ടുകേൾവിയല്ല, പാരമ്പര്യമല്ല, ഭൂരിപക്ഷമല്ല, കാലത്തിനനുസരിച്ചുള്ള വ്യാഖ്യാനമല്ല. മാ ഖാലല്ലാഹ് വമാ ഖാലർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹ് പറഞ്ഞതാണ് ദീന്, റസൂലുള്ള പറഞ്ഞതാണ് ദീന്, സ്വഹാബത്ത് നെഞ്ചിലേറ്റിയതാണ് ദീന്. ഇതില്ല എങ്കിൽ ഞാൻ ആവർത്തിക്കുന്നു, മുസ്ലിം സമുദായത്തിന്റെ ഒന്നാമത്തെ അപകടം അവർ പുരോഹിതന്മാരുടെ ചൂഷണങ്ങളിൽ, അവരുടെ പൗരോഹിത്യത്തിന്റെ ആ ചൂഷണങ്ങളുടെ കരാളഹസ്തങ്ങളിലായിരിക്കും ഈ സമുദായം. 2024 നമ്മൾ. ഒരു നൂറ്റാണ്ടിനിടയിൽ കേരളത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഈ ഉമ്മത്തിനെ ചൂഷണം ചെയ്ത് കേളുകേട്ടം ഇവിടുത്തെ ഒരു യാഥാസ്ഥിക സംഘടന, ഇവിടുത്തെ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളിലെ മുഖ്യധാര ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. ഒരു നൂറ്റാണ്ടിനിടയിൽ ഈ ഉമ്മത്തിനു വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന അവരുടെ ചരിത്രപരമായ പ്രമേയങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉമ്മത്തിനെ പിറകോട്ട് വലിക്കുന്ന നിലപാടുകളായിരുന്നു. ഇതെങ്ങനെയുണ്ടാകുന്നു? ചൂഷണം കൊണ്ടുണ്ടാകുന്നു. എങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നു? കിതാബും സുന്നത്തും കൈയൊഴിക്കുന്നത് കൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയണം. ആര്യനെഴുത്ത് പാടില്ല, ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണ്, ശുദ്ധ മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ല, സ്ത്രീകൾക്ക് എഴുത്തും വായനയും പാടില്ല, എന്തിനധികം വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പോലും പഠിക്കാൻ, പറയാൻ, ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കാലുണ്ട്. ചില ആളുകൾ പറയും അതൊക്കെ പണ്ടത്തെ പഴംപുരാണങ്ങളല്ലേ, ഇന്നെന്തിനാ അത് പറയുന്നത്? അന്നത് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തത് കൊണ്ടാണ് സമുദായത്തിൽ മാറ്റമുണ്ടായത്. ഇന്ന് പുതിയ കാലത്ത് ആ ചൂഷണ പരമ്പരകളിലെ പുതിയ ചൂഷണങ്ങൾ കടന്നു വരുന്നു. അഭ്യസ്ത വിദ്യരായ ആളുകൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മൊയ്തീൻ ഷേഖ് എന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ അടിസ്ഥാനപരമായി തൗഹീദിന്റെ പാഠം പഠിക്കുന്നില്ല. ഡോക്ടറെ സമീപിച്ച് മാറി മാറി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് അവന്റെ രോഗത്തിനൊരു പരിഹാരമുണ്ടാവില്ല എങ്കിൽ സിയാറത്ത് ടൂറുകൾ പോയാൽ എന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്ന് ഖുർആന് പഠിപ്പിക്കാത്ത വിശ്വാസം, സുന്നത്ത് പഠിപ്പിക്കാത്ത വിശ്വാസം, സ്വഹാബത്തിന് പരിചയമില്ലാത്ത വിശ്വാസം, പുരോഹിതന്മാരുടെ ചൂഷണങ്ങൾക്ക് വിധേയമായി ഒരു സമുദായം നെഞ്ചിലേറ്റുമ്പോൾ ഈ സമൂഹത്തെ വിമോചിപ്പിക്കുക എന്ന ഉത്തരവാദിത്തം തീർച്ചയായും വിശുദ്ധ ഖുർആനിനോടും സുന്നത്തിനോടും കൂറ് പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് അനിവാര്യമാണ്. ഈ സന്ദർഭത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിവുള്ള കാര്യം നിങ്ങൾ ആലോചിക്കാം. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ചില ആളുകൾ ഹജ്ജിന് പുറപ്പെട്ടിട്ടുണ്ടാവും. അടുത്ത ഈ വെക്കേഷൻ സമയത്ത് ഉംറ പോയിട്ടുണ്ടാവും. ലക്ഷങ്ങൾ ചെലവഴിച്ച് ഹജ്ജ് ഉംറക്ക് പോയിട്ട് ഓരോ വക്തിനും 1 ലക്ഷം ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഹറമിന്റെ ചാരത്ത് ജീവിക്കുമ്പോഴും പള്ളിയിലേക്ക് പോകാൻ അനുവാദമില്ലാതെ ഗ്രൂപ്പിലെ അമീറിന്റെ ആ ശക്തമായ നിർദ്ദേശത്തിന് അടിയറ വെച്ച് റൂമുകളിലിരുന്ന് നമസ്കരിക്കേണ്ട ഗതികേട് ഇന്നും മുസ്ലിം സമുദായത്തെ വിട്ടുപോയിട്ടില്ല എങ്കിൽ ഈ സമുദായം ഇനിയും വിമോചിതരാകേണ്ടതുണ്ട് അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബാധ്യത ഖുർആനും സ്വഹീഹായ ഹദീസും സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങളും അത് കൃത്യമായി പഠിക്കുക, പഠിപ്പിക്കുക, മനസ്സിലായ ആളുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്ന വലിയ ഒരു ദൗത്യം നമ്മിൽ അർപ്പിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമികമായ വിഷയങ്ങളിൽ കൃത്യമായ ധാരണ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാമാണികമായി ശരിതെറ്റുകൾ വ്യവച്ഛേദിച്ച് ജീവിതത്തെ സമഗ്രമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ലോക മനസാക്ഷിയെ വീണ്ടും വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം ഫലസ്തീനിൻ്റെ മണ്ണിൽ കിരാതമായ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന
ഒരു വംശത്തെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. നിലക്കാത്ത നിലവിളികളും ആർത്തനാദങ്ങളുമാണ് ഫലസ്തീനിൻ്റെ ഗസയുടെ റഫയുടെ പരിസരങ്ങളിൽ നിന്ന് മുസ്ലിം ലോകം കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തപ്പെടുന്നു. വലിയ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടപ്പോൾ ഇത് വലിയ ഒരു വിചിത്രമായ ഒരു കൈപ്പിഴവാണ് എന്ന രൂപത്തിൽ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരതകളെ വെളുപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം വ്യാപൃതമായ മണിക്കൂറുകളാണ് പിന്നിട്ടിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ അർപ്പിക്കേണ്ട സന്ദർഭമാണ്. ഒരു പത്രപ്രസ്താവനയോ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമാവുകയോ ചെയ്യുന്നതിനപ്പുറം യഥാർത്ഥ പരിഹാരം കടന്നു വരേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്. യഥാർത്ഥത്തിലുള്ള സഹായം വരേണ്ടത് അള്ളാഹുവിൽ നിന്നാണ് എന്ന തിരിച്ചറിവോടുകൂടി ഭൗതികമായി നാം ചെയ്യേണ്ട ധാർമ്മികമായ മതപരമായ ബാധ്യതകളോടൊപ്പം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഒരു സമൂഹമാണ് നമ്മൾ എന്ന് നമ്മൾ തിരിച്ചറിയുക. അതോടൊപ്പം ഈ സമാനമായ പ്രതിസന്ധികൾ ഫലസ്തീനിലാണെങ്കിലും മറ്റു ഇസ്ലാമിക രാജ്യങ്ങളിലാണെങ്കിലും കഴിഞ്ഞ 14 നൂറ്റാണ്ടിനിടയിൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇസ്ലാമിക സമൂഹം ബഗ്ദാദിന്റെ അതേപോലെ സ്പെയിനിന്റെ പരിസരങ്ങളിൽ അനുഭവിച്ചിരുന്ന തിക്താനുഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. മുസ്ലിം സമുദായത്തിന്റെ കുതിപ്പിന്റെയും കിതപ്പിന്റെയും ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണ്, മണിക്കൂറുകളാണ്. സൂറത്ത് ഇബ്രാഹീമിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്ന ഒരു വസ്തുത, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമികളായ ജനത ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങൾ അള്ളാഹു അത് കണ്ടിട്ടില്ല എന്ന്, അള്ളാഹു അതൊന്നും അറിയുന്നില്ല എന്ന്, അള്ളാഹു അതിനെക്കുറിച്ച് അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ഭയാനകമായ ദിവസം വരെ അള്ളാഹു അവർക്ക് അവസരം വിട്ടുകൊടുക്കുന്നതാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം. അതുകൊണ്ട് ഈ നടപടിക്രമങ്ങൾക്ക് ഒരു അന്ത്യമുണ്ട്, ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ട്, അള്ളാഹു തീരുമാനിക്കുന്ന സമയത്ത് ഒരു മോചനമുണ്ട് എന്ന തിരിച്ചറിവോട് കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ബാധ്യത കൃത്യമായി നമ്മൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ മുഴുവൻ പരീക്ഷണങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തിന് മോചനം നൽകി, കാവൽ നൽകി, ഇസ്സത്തോട് കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരം പ്രയാസങ്ങളും സംഘർഷങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ധാരാളം ആളുകളുണ്ട്. ഏവർക്കും നീ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, ജീവിതോപാധികളിൽ ഞങ്ങൾക്ക് നീ ഐശ്വര്യവും കൺകുളിർമയും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ. വിശുദ്ധ ഇസ്ലാമിനെ കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും സ്വഹാബത്തിൻ്റെ നടപടിക്രമങ്ങളുടെയും വെളിച്ചത്തിൽ അറിഞ്ഞ് പഠിച്ച് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താനുള്ള പ്രാപ്തിയും താല്പര്യവും ആവേശവും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. രാജ്യത്തിനകത്തും പുറത്തും പീഡിതരായി കഴിയുന്ന ഇസ്ലാമിക സമൂഹത്തിന് ശാശ്വതമായ പരിഹാരങ്ങളും ശാശ്വതമായ സഹായങ്ങളും നൽകി അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح حال إخواننا وأهلنا في فلسطين.
اللهم لا تسلط علينا من لا يرحمنا ولا يخافك فينا. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.